Hi, Namaste, welcome back viewers, welcome back to my channel Wing Trader. സ്റ്റോക്ക് സെലക്ഷൻ വളരെ കൺഫ്യൂസിംഗ് ആണ്. മോർണിംഗിൽ മൂവ്മെൻറ്റ് പോകുന്ന സ്റ്റോക്കിൽ പ്രത്യേകിച്ചും. ഇപ്പോൾ ഇന്നത്തെ മൊമെൻറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് സിപ്ലയ്ക്ക് നല്ല മൊമെൻറ്റ് ഉണ്ടായിരുന്നു. ഡോക്ടർ റെഡ്ഡി നല്ലതായിട്ട് മാർക്കറ്റ് കയറി പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സ്റ്റോക്കുകൾ നമുക്ക് മോർണിംഗിൽ തന്നെ മൂവ്മെൻറ്റ് പോകുന്നത് കണ്ടുപിടിക്കാനുള്ള സ്കാനറാണ്. സ്കാനർ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ട്രെൻഡ് മനസ്സിലാക്കി നല്ല വോളിയുള്ള സ്റ്റോക്ക് വാച്ച് ലിസ്റ്റ് അങ്ങ് ആഡ് ചെയ്ത് വെച്ചാൽ മതി. കറക്റ്റ് ട്രെൻഡ് കറക്റ്റ് മൊമെൻറ്റ് മനസ്സിലാവും. അപ്പോൾ അതേപോലെ മൊമെൻറ്റ് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ ട്രേഡ് എടുത്ത് നമുക്ക് എക്സിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്ത് നല്ലൊരു ബൈറ്റ് ആയിട്ടുള്ള മൊമെൻറ്റുകൾ 3 ഗ്രീനിലും 3 റെഡിലും നല്ല ഡൗൺ ട്രേഡുള്ള 3 റെഡിലും നമുക്ക് കാണിച്ചു തരും. അപ്പോൾ അത് നോക്കി കറക്റ്റായിട്ട് ആ മൊമെൻറ്റ് പിടിച്ചു വെച്ചാൽ മതി നമുക്ക്. അപ്പോൾ എങ്ങനെയാണ് സോഫ്റ്റ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ ലൈവ് പെർഫോമൻസ്, അതായത് സോഫ്റ്റ് വർക്ക് ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾക്ക് ലൈവായിട്ട് പെർഫോമൻസ് കാണാൻ പറ്റും. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാം. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഞാൻ കാണിക്കുന്ന സിപ്ലൈയുടെ മൊമെൻ്റ് ആണ്. ഇന്ന് വന്ന സിപ്ലൈക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ എങ്ങനെ എൻട്രി എക്സിറ്റ് കാണിച്ചു. അതേപോലെ നമുക്ക് രണ്ടാമത് ട്രേഡ് പോയപ്പോഴും എവിടെ നിന്ന് എടുക്കാൻ പറ്റിയെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ സിപ്ലൈക്ക് ഇന്ന് രാവിലെ ബൈസിക്കിൾ വന്ന അപ്രോക്സിമേറ്റ് 10 മണിക്ക് കഴിച്ച 5 മിനിറ്റ് ശേഷമാണ്. അപ്പോൾ സിഗ്നലിൽ വന്ന സമയത്ത് കൺഫേം ആയിരുന്നില്ല. കാരണം സിഗ്നലിൽ വന്നപ്പോൾ ഡീറ്റെയിൽസ് മേളിലും താഴെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കൺഫർമേഷൻ കിട്ടിയത് ഇവിടെ നിന്നാണ്. ആ പോയിന്റിൽ എടുക്കാൻ പറ്റുള്ളായിരുന്നു. കാരണം സിഗ്നലിൽ വന്ന സമയത്ത് ക്യാൻഡിൽ ഗ്രീനും താഴെ ഗ്രീനായി ഈ ഒരു ലെവലിലാണ് അവിടെ നിന്നാണ് ട്രേഡ് പോയത്. അവിടുന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ കയറി പോയിട്ടുണ്ട്. റെസിസ്റ്റൻസ് അടിച്ച് പിന്നെയും മാർക്കറ്റ് കയറി. ഇപ്പോഴാണ് ഒരു എക്സിറ്റ് ചെയ്യാനുള്ളൊരു ഇൻഫർമേഷൻ തരുന്നത്. അതായത് സൈഡ് വേസ് ആയിട്ട് നമുക്ക് കളർ മാറ്റി തരുന്നിട്ടുണ്ട് ഓറഞ്ച്. അപ്പം ഓറഞ്ച് കളർ, ബ്ലൂ കളർ, വെള്ള അതുപോലത്തെ എക്സ്ട്രാ കളർ കാണിക്കുന്നത് സൈഡ് വേസ് ആണ്. അപ്പോൾ ആ പോർഷനിൽ നമുക്ക് എക്സിറ്റ് അടിക്കാം. അപ്പം ഇവിടുന്ന് രണ്ടാമത്തെ ട്രേഡ് പോയത് നമുക്ക് ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാലും മാർക്കറ്റ് നമുക്ക് ഈ പോയിന്റിൽ നമുക്ക് എക്സിറ്റ് അടിക്കാം. ഇപ്പോൾ കുറേ നേരം ഇവിടെ ഇപ്പം റെസിസ്റ്റൻസ് അടിക്കാതെ ബ്രേക്ക് ചെയ്യാതെ മാർക്കറ്റ് അവിടെ നിൽക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് മനസ്സിലാവും മാർക്കറ്റ് റിവേഴ്സ് അടിക്കാനുള്ളതാണെന്ന്. കാരണം മാർക്കറ്റ് തിരിച്ച് പിന്നെ കയറുവാണെങ്കിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് കയറും. അല്ലെങ്കിൽ നമുക്ക് അവിടുന്ന് കുറേ നേരം ഇപ്പം അവിടെ വോളിയം വന്നിട്ടില്ല. വോളിയം ഇൻഡിക്കേറ്റർ 2 ഗ്യാപ്പ് കുറവാണ്. അപ്പം മാർക്കറ്റ് അവിടുന്ന് കുറേ നേരമായിട്ട് ആ റേഞ്ചിൽ നിൽക്കുന്നു. അവിടുന്ന് റിവേഴ്സ് അടിക്കാനുള്ളതിന് മുമ്പ് നമുക്ക് മനസ്സിലാക്കാനും വളരെ എളുപ്പമാണ്. ഓക്കെ, ഇതൊക്കെ ലൈവിൽ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി കോൺടാക്ട് ചെയ്ത ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പർ കൊടുത്തിട്ടുണ്ട്. 15 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ ഈ കാണിക്കുന്ന ലേറ്റസ്റ്റ് വേർഷൻ മാത്രമാണ്. ഇതിന് കൂടാതെ തന്നെ മിനിറ്റയുടെ ഫസ്റ്റ് തൊട്ട് 8 വേർഷൻ സ്ട്രാറ്റജികൾ നമുക്ക് ഇന്നത്തെ ഇൻവോൾവ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് മറ്റ് സ്ട്രാറ്റജികളെക്കാളും മറ്റ് ക്യാൻഡിൽ സ്റ്റിക് ചാർട്ടുകളേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫേക്ക് അപ് ഡൗൺസ് തിരിച്ചറിയാൻ പറ്റും. റിവേഴ്സ് പോകുന്ന കളർ ചേഞ്ച് കാണിക്കാൻ പറ്റും. അപ്പോൾ ഫ്രഷേഴ്സിനെ കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. അതേപോലെ തന്നെ ഡോക്ടർ റെഡ്ഡിയുടെ മൊമെന്റ് നോക്കാൻ ഡോക്ടർ റെഡ്ഡിക്കും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ബൈ തന്നെ പോയിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ബൈയുടെ തന്നെ കണ്ടിന്യൂവേഷൻ ആണ് ഇന്ന് പോയിരിക്കുന്നത്. പിന്നെ കണ്ടിന്യൂവേഷൻ പോകുമ്പോഴത്തേക്കും നമുക്ക് ഇനിയും ബൈ കയറും നമ്മൾ റെസിസ്റ്റ് ചെയ്യുന്ന ലെവലിൽ വെച്ച് മനസ്സിലാക്കാം. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നെക്സ്റ്റ് അവർ ട്രേഡ് കിട്ടും. അതേപോലെ ട്രെൻഡിലെയും താഴത്തെ സോണും മനസ്സിലാക്കി മാർക്കറ്റ് റിവേഴ്സ് പോകുമ്പോൾ നെക്സ്റ്റ് ഇനിയും ബൈ കയറാനുള്ള ചാൻസ് തന്നെയാണെന്ന് അറിയാനായിട്ട് വളരെ എളുപ്പമാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ലൈവായിട്ട് പെർഫോമൻസ് കണ്ട് മനസ്സിലാക്കാം. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.